നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായിട്ടുള്ള ചില ചിത്രങ്ങൾ ഇപ്പോൾ റിലീസിന് തയ്യാറെടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രം നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി നേരത്തെ, അതായത് ഒരു മാസം മുമ്പേ എല്ലാ വർക്കുകളും ചെയ്ത് തീർത്തതിന് ശേഷം ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ. ഇത് കൂടാതെ രജനീകാന്ത് നായകനായിട്ട് വന്ന മമ്മൂട്ടിയും പ്രധാന കഥാപാത്രത്തിലെത്തിയ ദളപതി എന്ന് പറയുന്ന സിനിമയും ഈ ഡിസംബർ 12 റിലീസിന് എത്തുകയാണ്. ഇവിടെ മമ്മൂട്ടിയുടെ ആരാധകർ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നേ ഇല്ല. കാരണം അതിനെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. അത് മമ്മൂട്ടി ആരാധകരോട് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയത്തുള്ളൂ. അത് വേറെ ഒന്നുമല്ല, മോഹൻലാലിന് റിലീസുകളിലൂടെ ജീവൻ നിലനിർത്തണം, മമ്മൂട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി റിലീസുമായിട്ട് വരില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ റിലീസുകൾ പ്രഖ്യാപിച്ച നടനും ഏറ്റവും കൂടുതൽ റിലീസുകൾക്ക് തയ്യാറായി നിൽക്കുന്ന സിനിമകളും മമ്മൂട്ടിയുടേതാണ്. നിർഭാഗ്യവശാൽ പല ചിത്രങ്ങൾക്കും തിയേറ്ററുകൾ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചൊന്നുമല്ല. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വലിയ തള്ളിൻ്റെ കഥയാണ്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു തള്ളായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. തള്ളിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഫാൻസുകാർ നല്ല രീതിയിലുള്ള തള്ളുന്നുണ്ട്. ഇപ്പോൾ ഇത് മമ്മൂട്ടിയുടെ വീഡിയോ ആയതുകൊണ്ട് വേണമെങ്കിൽ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഒരു കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി ആരാധകരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ തള്ളുകയും ചെയ്യും. അതിനുശേഷം ഞങ്ങളങ്ങനെ തള്ളിയിട്ടില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ. ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ടർബോ ജോസ് എന്ന് പറയുന്ന സിനിമ എത്ര കോടി നേടി എന്നതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ തന്നെ വന്ന് ഇവിടെ ലഹളയുണ്ടാക്കിയ ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 140 കോടി നേടിയെന്നും 120 കോടി നേടിയെന്നും മമ്മൂട്ടി ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞ ആ വ്യക്തികളെ ആരെയും തന്നെ പിന്നീട് കാണാൻ കിട്ടത്തില്ല. അവരൊക്കെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹം പറഞ്ഞിട്ടേയില്ല എന്ന് മാത്രമേ അവരതിനെക്കുറിച്ച് പറയുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ED പേടിച്ചിട്ടാണ് മമ്മൂട്ടി പോസ്റ്റ് ചെയ്യാത്തതെന്ന് വരെ പറഞ്ഞ മമ്മൂട്ടി ആരാധകർ നമുക്കിടയിലുണ്ടായിരുന്നു. അത് മറ്റൊരു സത്യം. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു തമാശയെക്കുറിച്ചല്ല, വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള മറ്റൊരു ഭൂലോക തമാശയെക്കുറിച്ചാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതും ഫാൻസുകാർക്കിടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമഡിയാണ്. അത് വേറെ ഒന്നുമല്ല, വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ കൈരളി ചാനലിൽ 1905 പ്രാവശ്യം റിലീസ് ചെയ്ത് ലോക റെക്കോർഡ് ഇട്ടു എന്നുള്ളൊരു വാർത്തയെക്കുറിച്ചാണ് ഇപ്പോൾ അവിടെ വലിയ ചർച്ച നടക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ആണോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ മമ്മൂട്ടി ഫാൻസുകാർക്കിടയിൽ നടക്കുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഷാജി കൈലാസ് വന്ന് പറഞ്ഞതാണ്, ഇത് കൈരളി ചാനലിൽ 1900 പ്രാവശ്യം റിലീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കോമഡിയിൽ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ. പിന്നീട് അതൊരു വലിയ വിഷയമായി മാറുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് മാപ്പ് പറയുകയും ഞാൻ ആ ഒരു തമാശ രൂപേണ പറഞ്ഞതാണെന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഫാൻസുകാർ ഒരു ഗിന്നസ് റെക്കോർഡാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും മമ്മൂട്ടി ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇത് ഒരു വലിയ ചൂടേറിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി സ്വന്തമായിട്ടൊരു IMDb ഉണ്ടാക്കിയ ടീം ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വന്തമായിട്ട് ഒരു ഗിന്നസ് റെക്കോർഡ് കൂടി അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് കൂടി ഉണ്ടാക്കിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാത്തിരിക്കാം പുതിയ ഗിന്നസ്.